Hi everyone, welcome back to my channel. This is Geetu Chandra and you're watching Geetu Chandra Vlogs. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മെറ്റേണിറ്റി ബാഗ് പ്രിപ്പറേഷനാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം 8th month റണ്ണിങ് ആണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം മെറ്റേണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ആ ടൈമിൽ ഹോസ്പിറ്റലിൽ പോകുമ്പം അതിനാവശ്യമായിട്ടുള്ള ബാഗ് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ബേബി ഷവർ കണ്ടക്ട് ചെയ്ത സമയത്ത് കുറേ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു, UK നിന്ന് വാങ്ങിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നാട്ടിലാണ്, പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ നിന്നും കുറച്ച് ഷോപ്പുകളിൽ നിന്നൊക്കെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു മെറ്റേണിറ്റി ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഒരു ജസ്റ്റ് ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത്. ചിലപ്പോൾ ഞാനത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഒരു ലിസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയതാണ് ഈ ഇത്രയും സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലിസ്റ്റ് നോക്കാം അല്ലേ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ്. കാരണം മെറ്റേണിറ്റിക്ക് സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ടൈമിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഉള്ള ഒരു ഫയലാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡറിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഹാൻഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് ഞാൻ ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കരുതേണ്ടത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഫോണൊക്കെ യൂസ് ആയിരിക്കും, ചാർജ് ചെയ്യാനുള്ളൊക്കെ ഫെസിലിറ്റി ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചാർജറും പിന്നെ ഒരു പവർ ബാങ്കും എടുത്തിട്ടുണ്ട്. അപ്പം ഇതും നമ്മൾ ഇപ്പോൾ തൽക്കാലം എടുക്കണമെന്നില്ല, കാരണം ഇനിയും ടൈം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പം ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഇനി അമ്മയുടെ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പം അമ്മയ്ക്കും കുഞ്ഞിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് അതനുസരിച്ചാണ് ഞാൻ ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു 3 ക്ലോത്ത്സ്, അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ ഇടാനുള്ള ക്ലോത്ത്സ് 3 എണ്ണം അറ്റ്ലീസ്റ്റ് കരുതുന്നത്. ഇപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒന്നേ വെച്ചിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റിന്, അതായത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റേണിറ്റി വെയർ ആണ് ബെറ്റർ ആയിരിക്കുന്ന ഓപ്ഷൻ ആയിരിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ ഒരെണ്ണം കുറച്ച് നല്ല ക്ലോത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം മെറ്റേണിറ്റി ഫ്രണ്ട്ലിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു പാഡ് വാങ്ങിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് നോർമലി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു പാഡ് ഞാൻ കരുതി. മൊത്തം ഞാൻ എടുക്കണില്ല, ജസ്റ്റ് ഞാൻ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ. ഒരു 3-4 ജസ്റ്റ് ആ ടൈമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇന്നേഴ്സ് സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് എടുക്കാൻ ഹാൻഡി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കുഞ്ഞു പൗച്ച് പോലെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡെയിലി നമ്മുടെ സ്കിൻ കെയർ ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു സീറം എടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് യൂസ് ചെയ്യുന്നൊരു ജസ്റ്റ് ഒരു ക്രീം, പിന്നെ ഒരു ലിപ് ബാം, പിന്നെ ഒരു പൊട്ടും ജസ്റ്റ് ഐലൈനറും അത്രയൊക്കെ തന്നെയാണ്. അതാണ് ഈ ഒരു ബാഗിൽ. ഇതിലൊരു ജസ്റ്റ് സ്പ്രേയും കോമ്പും അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ഇതിൽ വെച്ചേക്കുന്നത്. അപ്പം ഇത് പെട്ടെന്ന് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ 2 ബാഗിലേക്ക് കരുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്, ഇന്നർവെയർസ് എടുത്തിട്ടുണ്ട്, പാഡ്സ് എടുത്തിട്ടുണ്ട്. പാൻറ്റി ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ സമയത്ത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ആവശ്യമുള്ള റെഡി ആവാനുള്ള കുറച്ച് മെറ്റീരിയൽസും എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് നോർമലി അവിടെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അതും ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് യൂസ് ആവുമോ എന്ന് എനിക്കറിയില്ല. ഒരു ഹോട്ട് വാട്ടർ ബാഗ് എടുത്തിട്ടുണ്ട്. കാരണം ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് ഞാൻ റെഗുലറായിട്ട്
യൂസ് ചെയ്യാറുണ്ട് കംഫർട്ടിന് വേണ്ടിയിട്ട്. അപ്പം അതും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിലേക്ക് പോകാം. എനിക്കിത് അറേഞ്ച് ചെയ്തതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം ഇതിൽ ഓരോരോ സാധനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ അതൊന്നും പാക്ക് ചെയ്ത് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേബിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഞാൻ കുറച്ച് ക്ലോത്ത്സ് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ബേബീസിൻ്റെ. ഇത് ബട്ടൺ ടൈപ്പാണ്, നോർമലി ഇടുന്ന പോലത്തെ. അതും ട്രൗസേഴ്സും വരുന്ന പോലെ. പിന്നെ നോർമലി എല്ലാവരും ഇടുന്ന പോലത്തെ കെട്ടുടുപ്പ് എന്നൊക്കെ പറയും, ഇടാൻ എളുപ്പമായിരിക്കും, പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, ഒരു 2-3 സെറ്റായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ നോർമലി ജനുവരിയിൽ നല്ല തണുപ്പായിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ജനുവരിയിൽ അറൗണ്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഡെലിവറി. അപ്പം ആ ടൈമിൽ കുറച്ച് തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് ഈ ഡ്രസ്സ് സെറ്റായില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ റോംബോസ് ടൈപ്പാണ് കുറച്ച് ഡ്രസ്സ് മാറ്റി വെച്ചിരുന്നത്. ഇത് നോർമലി ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഇത് എനിക്ക് ഫങ്ഷന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന്. ഇങ്ങനത്തെ മോഡൽ റോംബോസ്. എനിക്ക് കൂടുതൽ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കൂടുതലും വൈറ്റാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ കൈയൊക്കെ കവറായിരിക്കുന്നത്. ഇത് പിന്നെ ചേഞ്ച് ചെയ്യാനും എളുപ്പമായിരിക്കും നമുക്ക്. പിന്നെ ഡയപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ഒരു 3 ആണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഞാൻ മോഡൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുകൂടാതെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഒന്നാണ് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ്. അത് ജസ്റ്റ് ഒരു വുളൻ ടൈപ്പാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു പാൻറ്റും ഒരു വുളൻ ടൈപ്പായിട്ടുള്ള ഒരു ടോപ്പും. അപ്പം ഇത് രണ്ടുമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ് ബേബിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ ബേബീനെ റാപ്പ് ചെയ്യാനുള്ള ഒരു ബ്ലാങ്കറ്റും കൂടെ ഞാൻ കരുതിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമറ്റ് അതുപോലെ തന്നെ മീൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്ലാങ്കറ്റ് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി കാറിലൊക്കെ വരികയാണെങ്കിൽ പോലും നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും ഫീഡിങ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ഒരു ഓപ്ഷൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടത്. അപ്പം ഈ സംഭവം എന്താ ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഷോൾ ടൈപ്പാണ്. നമുക്കിങ്ങനെ നമുക്ക് മേത്തിൽ കൂടെ ഇടാം, മേളിൽ കൂടെ ഇടാം. എന്നിട്ട് ഇവിടെ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാൻ പറ്റും ബേബീസിനെ. ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, പ്രൈവസി ഉണ്ട്. അപ്പം ഇതൊരെണ്ണം ഞാൻ കരുതിയിട്ടുണ്ട് മെറ്റേണിറ്റി ടൈമിൽ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലാണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമുക്ക് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വായിൽ കൂടി ഇങ്ങനെ സെക്രീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ് മേടിച്ചേക്കണേ. ഇതൊരു 3-4 ടവൽസ് എടുത്തിട്ടുണ്ട്. കൂടുതലും ഇത് യൂസ്ഫുൾ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഹോം കമ്മിങ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ജസ്റ്റ് ഞാനൊരു ക്യാപ്പ് കരുതിയിട്ടുണ്ട് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിറ്റൻസ്, കാരണം ജനിച്ച് കഴിയുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കുറേ നഖങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് മുഖത്ത് റാഷസ് ഒന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ അവർ സ്വയം ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മിറ്റൻ. പിന്നെ അതുപോലെ കംഫർട്ടാക്കാൻ വേണ്ടി കുഞ്ഞ് 2 ഷൂസ്. ഇതാണ് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റിലേക്ക് ഞാൻ കരുതിയേക്കുന്നത്. ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വെച്ചേക്കുന്ന ടോയ്, ഒരു ജസ്റ്റ് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടൊരു സൗണ്ട് ഉണ്ടാക്കുന്ന പോലത്തെ. ഇത് മാൻഡേറ്ററി അല്ല കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പം ചിലപ്പം നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൺഫേം അല്ല എൻ്റെ രണ്ടാമത്തെ ഡെലിവറി നോർമൽ ആയിരിക്കുമോ സിസേറിയൻ ആയിരിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ മേ ബി 3-4 ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ബേബിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
3 ക്യാപ്സ് ഞാൻ കരുതിയിട്ടുണ്ട്. അതുപോലെ 1 more സെറ്റ് ഓഫ് മിറ്റൻ. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു 1 ബിബേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇൻ കേസ് നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിൽ നിന്ന് സെക്രീഷൻസ് വരെയാണ്, അത് ജസ്റ്റ് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ടവൽസ് ഉണ്ട്, എന്നാലും ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി എടുക്കുകയാണ്. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി ആവുന്ന സമയത്ത് റിസീവ് ചെയ്യാനുള്ളൊരു വൈറ്റ് ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫുൾ വൈറ്റ്, ഫുൾ കവേർഡ് ആവുന്നൊരു വൈറ്റ്. അപ്പം വൈറ്റിലായിരിക്കുമ്പം കുഞ്ഞുങ്ങളെ കാണാൻ നല്ല പ്രിറ്റി ആയിരിക്കും, അതുപോലെ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ റിസീവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് ഒരു ജാക്കറ്റ് പോലെ യൂസ് ചെയ്യാം നമുക്ക്. ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഇൻ കേസ് തണുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് എടുത്ത്. മാൻഡേറ്ററി അല്ല, കാരണം ആ സമയത്ത് ചെറിയൊരു തണുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെക്കാളും നല്ല ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ബേബീസിന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇൻ കേസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആവശ്യമുള്ളൊരു സംഭവമാണ് സ്വാഡ്ലിംഗ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മമ്മിഫൈ ചെയ്യും കുഞ്ഞുങ്ങളെ. അതായത് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ടക്ക് ചെയ്തിട്ട് നന്നായിട്ട് കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നല്ല സുഖമായിട്ടിരിക്കാൻ പാകത്തിന് നമ്മളിത് ഇങ്ങനെ ടക്ക് ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റാണിത്. അപ്പം അതും ഞാൻ ഒരെണ്ണം കരുതിയിട്ടുണ്ട്. ഇതാണ് ക്ലോത്ത്സ് ഐറ്റംസിൽ ഞാൻ കരുതിയിരുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ടൈമിൽ നമ്മൾ നോർമലി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു മുണ്ട് കൊടുക്കേണ്ടി വരും. ഈ മുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നോർമലി ഡെലിവറി ആവുകയാണെങ്കിലും എന്താണെങ്കിലും അവരൊരു മുണ്ട് ചോദിക്കും. 1-2 മുണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് 2 മുണ്ട് കൊടുക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു 2 എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ ബാഗിൽ കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോഴും സാധ്യതയുള്ളൊരു കാര്യമാണ്, കുഞ്ഞിന് മിക്കവാറും നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഡയപ്പർ അങ്ങനത്തെ, അതായത് യൂറിൻ പാസ് ചെയ്യും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സംഭവങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫായിട്ടുള്ള മാട്രസ് ടൈപ്പാണ്. ഇതിനകത്ത് നമുക്ക് 2 ഞാൻ എടുക്കുന്നുണ്ട്. ഇൻ കേസ് അത് വെറ്റാവുകയാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫാണ്, എന്നാലും ഒരു ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കരുതുന്നുണ്ട് അങ്ങനത്തെ. പിന്നെ ഇത് അവീനൻ്റെ വൈപ്സ് ആണ്. എനിക്ക് അവിടെ നിന്ന് UK നിന്ന് വാങ്ങിയത് ഞാൻ. അത് കുറച്ചും കൂടെ സ്കിൻ ഫ്രണ്ട്ലി ആണ്, മീൻസ് റാഷസ് ഒന്നും വരില്ല, കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ലോഷൻ അല്ല, ഇത് ജെൻറ്റിൽ ബാത്ത് ആൻഡ് വാഷ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. അതായത് മോയ്സ്ചറൈസർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബേബി വാഷാണിത് സംഭവം. ഇത് കുഴപ്പമില്ല, ആ സമയത്ത് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ. ഇത് വേണ്ടി വരില്ല എന്ന് തോന്നുന്നു, കാരണം ഫസ്റ്റ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ നമ്മളത് ഇങ്ങനത്തെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ എന്നിട്ട് ഞാനതൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ളത്, പിന്നെ ഞാൻ ഇങ്ങനത്തെ ഡയപ്പർ എടുക്കുന്നത് മറ്റേ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡയപ്പറാണ് എടുക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് എടുക്കുന്നില്ല, ഹോസ്പിറ്റലിൽ നമുക്ക് കൂടുതൽ അതല്ലേ ആവശ്യം വരുള്ളൂ. അതൊരു 4 ഡയപ്പേഴ്സ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതും ഞാൻ ഈ ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അതും മാൻഡേറ്ററി അല്ല, നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ ഇതായിരിക്കും, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഞാനൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി കരുതുന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ വന്നാലാണെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാണത്. പിന്നെ നമ്മൾ ബെഡിൽ വെച്ച് ചേഞ്ച് ചെയ്യാണ്, ഇൻ കേസ് ഇത് കംഫർട്ടബിൾ അല്ല, നമുക്കിത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാട്ടർ പ്രൂഫ് ഷീറ്റ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതെല്ലാം നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള നാപ്പി ബാഗ്സ്, ഹാൻഡ് ബാഗ്സ് പോലത്തെ സംഭവം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബാഗ് വാങ്ങിയിട്ട്. അപ്പം ഇത് 100 ബാഗ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് റാപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഒരെണ്ണം വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് ബേബി കെയർ കിറ്റ്, ഇതിനകത്ത് എല്ലാ അത്യാവശ്യം ബേബിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വരുന്നത്. കോമ്പ്, ബ്രഷ്, നെയിൽ കട്ടർ, ഹെയർ കോംബ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ക്ലിപ്പേഴ്സ്, നെയിൽ ഷേപ്പേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എല്ലാം ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ലായിരിക്കും,
എന്നാലും ജസ്റ്റ് ബേബിക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് എസ്പെഷ്യലി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് നെയിൽ കട്ടേഴ്സ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ കുറേ കുഞ്ഞു നഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇനി ഇത്രയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്സ് വേണം. അത് ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നില്ല, കാരണം എനിക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ഞാനിപ്പോൾ മാറ്റി വെക്കുന്നില്ല. പിന്നെ ഒരു ഫ്ലാസ്ക് മാൻഡേറ്ററി ആണ്, കാരണം നമുക്ക് ചായ, ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും തീർച്ചയായിട്ടും ആവശ്യം വരും. ഒരു ഫ്ലാസ്ക്, പിന്നെ ഒരു ചോറ്റുപാത്രം എന്നൊക്കെ പറയില്ലേ, തൂക്കുപാത്രം, അതും നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കരുതി വെക്കാം. പിന്നെ എൻ്റെ കൂടെ അമ്മയാണ് വരുന്നത്, അപ്പോൾ അമ്മയുടെ ഐറ്റംസൊക്കെ വെച്ച് സെപ്പറേറ്റ് ഒരു ബാഗും കൂടെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട പ്രത്യേകം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ആവശ്യത്തിന് ഒരു വാട്ടർ ബോട്ടിലും കൂടെ ഞാൻ കരുതുന്നു, കാരണം ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിലും കൂടെ ഞാൻ സെപ്പറേറ്റ് കരുതുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ട ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇതെല്ലാം നമ്മൾ ഹാൻഡി ആയിട്ട് റെഡി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻ കേസ് എമർജൻസി വല്ലതും ആവുകയാണെങ്കിൽ നമുക്ക് വേഗം ബാഗ് പാക്ക് ചെയ്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വേഗം പോകാൻ പറ്റും. അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾക്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻസിൽ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ അതിൽ എനിക്കിനി ടൈം ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ എനിക്കിനി ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇതിൽ ഒരുമാതിരി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. താല്പര്യപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും കമൻറ്റ്സ് മെൻഷൻ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. Until then, it's bye from Geedu Chandra. See you then.